അപ്പോ ഇദ്ദേഹത്തിനെ ആശുപത്രി അഡ്മിറ്റ് ചെയ്തപ്പോ ആ ഡോക്ടർ ഇങ്ങനെ പണ്ട് ചികിത്സിച്ചിട്ടുണ്ട്. ഡോക്ടർ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ആളാണ്, സിൻസിയർ ആയിട്ടുള്ള ഒരാൾ ഡോക്ടർ, MD ആണ് ഡോക്ടർ. അപ്പൊ എന്ന് ചോദിച്ചു, നിങ്ങൾ ബ്ലഡ് കയറ്റുമോ? ഇല്ല. എത്ര ദിവസം ബ്ലഡ് കയറ്റുക? 3 ആഴ്ചയിൽ. അതെങ്ങനെയാത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങളുടെ ശാസ്ത്രത്തിൽ ഇത് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. അതായത് വെറും പഴങ്ങളുടെ നീരും കരിക്കും വെള്ളം കുടിച്ചാൽ ബ്ലഡ് കൂടുന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. ബ്ലഡ് കയറ്റിയാലേ ബ്ലഡ് കൂടും നമ്മൾ പഠിച്ചുള്ളൂ എന്ന് തുറന്നു പറഞ്ഞു. ഐ അപ്രീഷിയേറ്റ് യു. അദ്ദേഹത്തെ എന്റെ കൊന്നാട് ഇരുത്തി സംസാരിച്ചു നേരം. എനിക്കറിയില്ല ശാസ്ത്രം, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പിന്നീട് മനസ്സിലാക്കാന്ന് പറഞ്ഞു. അപ്പൊ അറിയില്ല ആർക്കും. ഉപവാസത്തിൽ കൂടി ബ്ലഡ് കൗണ്ട് കൂടും, RBC കൂടും, WBC കുറയും. WBC കൂടിക്കഴിഞ്ഞാൽ അതും കുറയും ചെയ്യും, ഇല്ലാതാവില്ല. അത്ര വിശേഷപ്പെട്ടതാണ് ഉപവാസാദി കർമ്മങ്ങൾ. മാത്രമല്ല ശരീരത്തിലെ ഏത് അവയവവും റിപ്പയർ ചെയ്ത് പഴയ രീതിയിലേക്ക് പോകും. വിശ്രമം കിട്ടണം അവയവങ്ങൾക്ക്. നിങ്ങൾ ആമാശയത്തിന് വിശ്രമം വേണം. ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് നിങ്ങൾ ആമാശത്തെയാണ്. ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ അവസാന നിമിഷം വരെ തിന്നുകൊണ്ടേയിരിക്കല്ലേ, ആമാശയ വിശ്രമില്ല. നിങ്ങൾ പഴങ്ങളുടെ നീരും കരിക്കും വെള്ളം കുടിക്കുമ്പോൾ ആമാശയത്തിന് പൂർണ്ണ വിശ്രമം കിട്ടും. ആമാശയം പറയും, ഇത്രയോ നല്ല മനുഷ്യൻ ലോകത്തില്ല, ഇതുവരെ എന്നെ ഉപദ്രവിക്കായിരുന്നു, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് സുഖം കിട്ടിയല്ലോ, വിശ്രമം കിട്ടിയല്ലോ. ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും വിശ്രമം കിട്ടും. ഞരമ്പുകൾക്ക് ബലം കൂടും, ഉറക്കം കൂടും. ഉറക്കം കൂടുന്നു പറഞ്ഞാൽ ഒരുപാട് ഉറങ്ങുന്ന ഒരാൾക്കും. ഉറക്കം എന്ന് പറഞ്ഞാൽ ആ നിദ്രയുടെ ഗുണം കൂടും. വിശപ്പ് വർദ്ധിക്കും. വിശപ്പില്ലാത്തവർക്ക് വിശപ്പ് വരും. ഉപവാസത്തിൽ കൂടി വിശപ്പുണ്ടാവാൻ വേണ്ടി മരുന്ന് കഴിക്കരുത്. വിശപ്പുണ്ടാവാൻ മരുന്നില്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ മിഥ്യാബോധമാണത്. ഉപവാസത്തിൽ കൂടി വിശപ്പുണ്ടാക്കുക. വിശപ്പില്ലെങ്കിൽ ഭക്ഷണം കഴിക്കരുത്. ഉപവാസത്തിൽ കൂടി വിശപ്പുണ്ടാക്കിയിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുക. അപ്പൊ ഉപവാസത്തിൽ കൂടി ഒരുപാട് ഗുണങ്ങളുണ്ട്. കയ്യിലോ കാലിലോ വ്രണം വന്നാൽ ഉപവസിച്ചാൽ മാറും. ഒരു മരുന്നും കഴിക്കേണ്ട ആവശ്യമില്ല. വ്രണങ്ങൾ ഉണങ്ങാനായിട്ട് ഏറ്റവും നല്ല മരുന്നാണ് ഉപവാസം. ഇത് മൃഗങ്ങൾക്കറിയാം, പക്ഷികൾക്കറിയാം. അവരുടെ കയ്യോ കാലോ ക്ഷതം വന്നാൽ അവരൊന്നും കഴിക്കാതെ കിടക്കും. പട്ടിണി കിടന്നാൽ അത് മാറ്റുക. മനുഷ്യന് മാത്രം അപ്പോഴും ഭക്ഷണം കഴിക്കണം, കൊണ്ടുപോകാ ഭക്ഷണം എന്നാണ് പറയുക. അല്ല, ഉപവസിച്ചു കഴിഞ്ഞാൽ വ്രണങ്ങൾ ഉണങ്ങും. ഏറ്റവും വലിയ വ്രണങ്ങൾ പോലും ഉണങ്ങിയെടുക്കാൻ പറ്റും. നിങ്ങൾ പറയുന്നത് ഉപവാസം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കുറയ്ക്കാന്ന് അർത്ഥമുണ്ട്. ഒരു കംപ്ലീറ്റ് പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല. ചില പ്രത്യേക കേസ് വരുമ്പോൾ ഉപവാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പച്ചക്കറി മാത്രം കൊടുക്കും, അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം കൊടുക്കും. ഇപ്പൊ കാല് വ്രണം വന്നു ഒരാൾക്ക്, കാല് മുട്ടിന്ന് കീഴ്പോട്ട് വരെ അലിഞ്ഞിരിക്കുക. എന്താ ചെയ്യുക? പ്രമേഹ രോഗമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു പ്രമേഹ രോഗമാണെന്ന്. ഞാൻ പറഞ്ഞു പ്രമേഹ രോഗമില്ല. അയാളണ്ട് ചിരിച്ചു. എനിക്ക് പ്രമേഹമില്ല കിമേഹമില്ല സാറ്. പാവപ്പെട്ട മനുഷ്യനാ ഗ്രാമപ്രദേശത്ത്. എനിക്ക് പ്രമേഹമില്ല കിമേഹമില്ല ഒന്നുമില്ല, എനിക്ക് ഡയബറ്റീസോ ഇല്ല, ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ ഇത് വന്നോ? എനിക്കറിയാമോ? എനിക്കറിയാം എന്താണ്. അയാള് ആസ്മ മാറാൻ വേണ്ടി 10-20 കൊല്ലമായിട്ട് ഒരുപാട് ഡ്രഗ്സ് കഴിച്ചിരുന്നു. ഈ ഡ്രഗ്സ് മുഴുവനും ജീവൻ എടുത്ത് പുറത്തേക്ക് കളയുക. ഇത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോന്ന് എനിക്കറിയില്ല. ശാസ്ത്രജ്ഞന്മാർ കാലങ്ങോട്ട് പഴുത്തിട്ട് അളിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു മുറിക്കേണ്ടി വരും പറഞ്ഞു. മുറിക്കാൻ ഞാൻ തയ്യാറില്ല. പഴങ്ങൾ മാത്രം കൊടുത്ത് 2 മാസം ഇട്ടു. കാല് ശരിയായി. ഓടി നടക്കാന്ന് ഒരു ടൈലറാ. കാല് മുറിച്ചാൽ പിന്നെ ടൈലർ ജോലി നടത്തോ? വീട് പട്ടിണിയാവില്ലേ? എന്റെ കാല് ശരിയായി. മാത്രമല്ല അങ്ങനെ ഹിമാലയം വരെ പോയിട്ട് വന്നു. ഇപ്പൊ ഹിമാലയത്തിൽ പോയിട്ട് വന്നു. ഇതൊക്കെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എല്ലാം മനസ്സിൽ പോന്നിന്ന് പറയുന്നേ ഉള്ളൂ. അപ്പൊ ഉപവാസത്തിൽ കൂടി എന്ന് പറഞ്ഞാൽ പഴങ്ങൾ മാത്രം കഴിച്ചിട്ട് കാല് മുറിക്കാതാക്കി. ചിലർക്ക് പച്ചക്കറി മാത്രം കഴിച്ചിട്ട് കാല് മുറിക്കാതാക്കി. അത് പ്രമേഹ രോഗിയാണെങ്കിൽ. ഒരു 10-30-35 പേരുടെ കാലും കൈയും കാലും മുറിക്കണം എന്ന് പറഞ്ഞത് ഇല്ലാതാക്കിയിട്ടുണ്ട്. പച്ചക്കറികൾ കൊണ്ടും ഇളനീര് കൊണ്ടും പഴങ്ങൾ കൊണ്ടും മുറിക്കാതാക്കിയിട്ടുണ്ട്. ഡോക്ടർമാർ നിസ്സംഗം മുറിക്കേ പറ്റൂന്ന് പറയും. ഞാൻ പറഞ്ഞു മുറിക്കാണ്ടാണ് നോക്കട്ടെ എന്ന് പറഞ്ഞു. മുറിച്ചാൽ. അപ്പൊ അതുകൊണ്ട് ഉപവാസം കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. ശ്വാസകോശത്തിൽ നിങ്ങൾക്ക് ബ്രീത്തിങ് ശരിയാവും. നിങ്ങളുടെ ഹൃദയമിടിപ്പ് കുറയും. തന്നെ നിന്നൂലാട്ടോ, പേടിക്കൊന്നും വേണ്ട. ഒരുപാട് ഹൃദയം പിടിക്കുന്ന നല്ലതല്ലല്ലോ. ശ്വാസകോശം നിങ്ങൾക്ക് 15 തവണ എന്നുള്ളത് 12-10 ആവും ഉപവാസ ദിവസം. നെഞ്ചെടുപ്പ് കുറയും. ഒരുപാട് വിശ്രമം കിട്ടും. എല്ലാവരും വിശ്രമം കിട്ടും. ആ വിശ്രമം കിട്ടുന്നതോടുകൂടി ശരീരത്തിന്റെ ആരോഗ്യാവസ്ഥ നില എപ്പോഴും മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും. കീഴ്പോട്ട് വരില്ല. ആരോഗ്യ നിലവാരം മേപ്പോട്ടാണ് പോകേണ്ടത്, കീഴ്പോട്ട് വരരുത്. ഇത്രയും കാര്യം മനസ്സിലാക്കൂ.
ഇതാണ് ഉപവാസത്തിന്റെയും എല്ലാം ഒരു ശാസ്ത്രീയമായ ഇരുത്താൻ പറയുന്നത്. പ്രകൃതി ചികിത്സയുടെ ഒരു ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി കുറെ വ്യായാമങ്ങളും ചില അഭ്യാസങ്ങളും കാണിക്കാൻ പോവാം. അഭ്യാസം കാണിക്കുന്നില്ലെങ്കിൽ എനിക്ക് അഭ്യാസം അറിയില്ല കേട്ടോ. ഞാൻ പറയാണ്, നിങ്ങൾ യോഗാഭ്യാസം പറയണില്ലേ, ചില പ്രത്യേക രീതിയിലുള്ള കറക്റ്റീവ് എക്സർസൈസസ്, മനുഷ്യ ശരീരത്തിൽ വരുന്നതായിട്ടുള്ള ചില വക്രതകളും വിഷമങ്ങളും മാറ്റാനുള്ള എക്സർസൈസ് കാണിക്കാൻ പോവാണ്. ഒരുപക്ഷെ എക്സർസൈസ് കാണിക്കാൻ എനിക്ക് മുകളിലിരുന്ന് എക്സർസൈസ് കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഇതുമാതിരി വേണമെങ്കിൽ 2-3 ബെഞ്ചിട്ട ഞാൻ മുകളിൽ കിടന്ന് കാണിക്കാം. പറ്റുമോ? ഇതുമാതിരി ഇടാൻ പറ്റുമോ? എന്നാ എടുത്തുകൊണ്ടിരും എന്നിട്ടൊന്ന് കെട്ടണം. ഞാൻ തലകുത്തി വീഴാൻ പാടില്ല. അതിന് കിടന്ന് മുകളിൽ കിടന്ന് കൊണ്ടുവരൂ. ചെയ്തു എടുത്തുകൊണ്ടിരും. യോഗാഭ്യാസം ചെയ്യണോ? യോഗാഭ്യാസത്തെ പറ്റി നല്ല അഭിപ്രായമാണ് എനിക്ക്. പക്ഷെ ഗൃഹസ്ഥികളായ നമുക്ക് ഈ യോഗാഭ്യാസം കൊണ്ട് ഗുണം കിട്ടുമോ എന്ന് ചോദിച്ചാൽ മുഴുവനും പറയാൻ സാധ്യമല്ല. എന്തെന്നാൽ യോഗാഭ്യാസത്തില് വളരെ കഠിനമായ യോഗങ്ങളുണ്ട്. അത് ചെയ്താൽ വിപരീത ഫലമേ കിട്ടുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ യോഗാഭ്യാസങ്ങളിൽ എല്ലാം കൂടെ ചേർത്തതായിട്ടുള്ള ഒരു യോഗമുണ്ട്. അതാണ് സൂര്യ നമസ്കാരം. ഈ സൂര്യ നമസ്കാരത്തില് 12 യോഗ അടങ്ങിയിട്ടുണ്ട്. 12 യോഗാഭ്യാസന മുദ്രകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ സൂര്യ നമസ്കാരം ചെയ്താൽ മതി നമ്മളെല്ലാവരും. അതുകൊണ്ട് ആ സൂര്യ നമസ്കാരം കൊണ്ട് നിങ്ങൾക്ക് യോഗാഭ്യാസത്തിന്റെ ഗുണം മുഴുവനും കിട്ടും എന്നുള്ളത് സത്യം. സൂര്യ നമസ്കാരം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് കൂടാതെ അപ്പൊ സൂര്യ നമസ്കാരം ചെയ്തു കഴിഞ്ഞാൽ 12 യോഗാഭ്യാസം കൂടി ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിന് വിഷമം ഉണ്ടാവില്ല. യോഗാഭ്യാസം ചെയ്തില്ലല്ലോ എന്നുള്ള സങ്കടം വേണ്ടാന്ന്. യോഗാഭ്യാസത്തില് ചില യോഗങ്ങളെല്ലാം വളരെ കഠിനമാണ്. പ്രത്യേകിച്ചിട്ട് ഗൃഹസ്ഥികളായ ആൾക്കാര് ചില യോഗാഭ്യാസം ചെയ്യാൻ പാടില്ല. ഒന്നാമത് തലകുത്തി നിൽക്കുക. ഇത് വളരെ അപകടമുള്ള യോഗാഭ്യാസമാണ്. ഈ നേരെ നിൽക്കാൻ പഠിച്ചാൽ മതി, തലകുത്തി നിൽക്കാൻ പഠിക്കണ്ട. നേരെ നിൽക്കാൻ പഠിക്കാം. ഈ തലകുത്തി നിന്നുകൊണ്ട് നിങ്ങൾ അപഥ്യമായിട്ട് ജീവിതം നയിച്ചിട്ട് മത്സ്യവും മാംസവും മുട്ടയും കഴിച്ചിട്ട് സിഗരറ്റും ബീഡിയും വലിച്ച് കള്ളും കുടിച്ചിട്ട് തലകുത്തി നിന്നാൽ നിങ്ങളുടെ ആയുസ് വേഗം ഒടുങ്ങും. ഡോണ്ട് ഡു ഇറ്റ്. പറയാൻ നിവൃത്തിയില്ല. അങ്ങനെയുള്ള 1-2 കേസ് എനിക്കറിയാം. യോഗാഭ്യാസം ചെയ്തു, തലകുത്തി നിൽക്കാൻ പറഞ്ഞു, മൂപ്പര് ഇഷ്ടം പോലെ വലിച്ചിരുന്നു. ഈ തലകുത്തി നിൽക്കുമ്പോഴും വലിച്ചോന്ന് എനിക്ക് അറിയില്ല. കണ്ടിന്യൂസ് ചെയിൻ സ്മോക്കർ ആയിരുന്നു. തലയിൽ ഹെമറേജ് വന്നിട്ട് പൊട്ടി തകർന്നിട്ട് അങ്ങനെ ഇന്നും പരാശി കിടക്കാണ്. എറണാകുളത്ത് കിടപ്പുണ്ട്. 10-15 കൊല്ലമായി കിടപ്പാ. ഹെമറേജ് വരും തലയിൽ. അപ്പൊ തലകുത്തി നിൽക്കണ്ട, നേരെ നിൽക്കാൻ പഠിക്കും. പിന്നീട് ചില യോഗാഭ്യാസമുണ്ട്. അതായത് ഈ വയറും വെച്ചുകൊണ്ട് നൗളി ഉഡ്യാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഒന്നാമത് നമ്മുടെ വയറിന്റെ സ്ഥിതി നമുക്ക് എല്ലാവരുടെയും മോശമാണ്. വയറ് സകലർക്കും കുഴപ്പം ഇവിടെയാണ്. സകല കുഴപ്പത്തിന് ഇവിടെയാണല്ലോ കുഴപ്പം. ആമാഹി സർവ്വരോഗാണാം എന്ന് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ആമമാണ് നിങ്ങളുടെ ആമാശയമാണ് സർവ്വരോഗത്തിനെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ കുടലിലേക്ക് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം തിരിച്ചിട്ട് ചക്രം ശ്വാസം ചെയ്യിക്കുന്നത് അത് നല്ലതല്ല. എനിക്കറിയില്ല ആ വിദ്യ. ഞാനിതൊക്കെ ഒരു കാലത്തെ അറിയില്ലാത്തതുകൊണ്ട് പലതും ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ വിജയിച്ചില്ല. എന്തൊക്കെ പറഞ്ഞത് ഈ വയറ് മുഴുവൻ ഉള്ളിലേക്ക് വലിച്ചെടുക്കണം നോക്കി ശ്രമിച്ചിട്ട് ഉള്ളിലേക്ക് പോയില്ല. അന്ന് കുറെ വയറുണ്ടായിരുന്നെങ്കിൽ കൂടുതൽ ഉണ്ടായിരിക്കും. ഇപ്പൊ വയറില്ല. വയറ് മുഴുവൻ ഇങ്ങനെ നിന്നുകൊണ്ട് ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. എന്നിട്ട് അതിങ്ങനെ മുമ്പോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഉള്ളിൽ കയറുന്ന ഇങ്ങനെ ചക്രം കറക്കുക. ഇതാണ് ചെയ്യാൻ പാടില്ല. ഇത് ചെയ്താൽ ചിലപ്പോ വലിയ അപകടം വരും. നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ദഹിക്കുകയില്ല. അപകടങ്ങൾ ഒരുപാടുണ്ടാവും. അതുകൊണ്ടത് വേണ്ട. ഇതുകൂടാതെ വേറെ ഒരു യോഗാസനമുണ്ട്, മയൂരാസനം. കഠിനമായ മയൂരാസനമാണ്. ഇതും വേണ്ട. അപ്പൊ മയൂരാസനം, തലകുത്തി നിക്കല്, ഉഡ്യാൻ, നൗളി, ഇതൊന്നും ചെയ്യാൻ പാടില്ല. ബാക്കിയുള്ള യോഗാസനങ്ങൾ പലതും ഉണ്ട്. സിമ്പിളായിട്ട് യോഗാസനങ്ങൾ. അത് വേണമെങ്കിൽ ചെയ്തോളൂ, വേണ്ടെങ്കിൽ വേണ്ട. സൂര്യ നമസ്കാരം ചെയ്യാൻ നിങ്ങൾക്ക് അത് മതി. എല്ലാവരും ഗൃഹസ്ഥികളാണ്. ഇനി യോഗാഭ്യാസവും അഭ്യാസമൊക്കെ വേണമെങ്കിൽ
എല്ലാം ത്യജിച്ചിട്ട് ഭാര്യയെയും മക്കളെ ഉപേക്ഷിച്ചിട്ട് നേരെ ഹിമാലയത്തിൽ പോയിട്ട് എന്തുകൊണ്ട് ചെയ്തോളൂ. ഞാൻ സൂര്യ നമസ്കാരം കാണിച്ചു തരാം. അത് ഇന്ന് വരുമ്പോൾ ഞാൻ വീണാലേ പിടിക്കണ്ടേ? വീഴില്ല, വീണാളല്ല, അങ്ങനെ എളുപ്പമൊന്നും വീഴില്ല. ഇങ്ങനെ കുത്തരുത്, ഇങ്ങനെ കുത്തരുത് ശരിയല്ല. മുട്ട് വളയാതെ ഇങ്ങനെ ഈ കാല് പുറകോട്ട് വിടുക, ഈ കാല് പുറകോട്ട് വിടുക, രണ്ട് കാലം പുറകോട്ട് വിടുക. ശരീരം ഒരു വടി പോലെ ഇങ്ങനെ വളയരുത്, ഇങ്ങനെ വളയരുത്. എന്നിട്ട് സാഷ്ടാംഗ നമസ്കാരം മേപ്പോട്ട് വളയും, വില്ലുമായി കീഴ്പോട്ട് വളയും, ഉപ്പിട്ടിനകത്ത് കൂട്ടുക. ഇടത്തേക്കാലം മേപ്പോട്ട് എടുക്കുക, രണ്ട് കാലം കൊണ്ടു. ഇതാണ് സൂര്യ നമസ്കാരം. ഇതില് തെറ്റ് ചെയ്താലും ഗുണം കിട്ടും. മനസ്സിലായോ? തെറ്റിയാലും ഗുണം കിട്ടുന്ന, പേടിക്കണ്ട. ഇങ്ങനെ എടുത്തപ്പോ ഇങ്ങനെ ആവുന്നു, കുഴപ്പമുണ്ടോ, ശ്വാസം എങ്ങോട്ടാ പോയെന്ന് അറിയില്ല. ചില സൂര്യ നമസ്കാരം പഠിപ്പിക്കുമ്പോഴേ ചില ആൾക്കാർ പറയും ഇങ്ങനെ എടുത്ത് മേപ്പോട്ട് എടുക്കുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം, കീഴ്പോട്ട് എടുക്കുമ്പോൾ ശ്വാസം പുറകോട്ട് വിടണം. അപ്പൊ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ശ്രദ്ധിക്കും. ഓ, ഉള്ളിലേക്ക് കയറിപ്പോയി, കുഴപ്പമില്ല, പേടിയായി. നിങ്ങളെ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു, ഭൂമിയിൽ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നു, കായികമായ പല അഭ്യാസം ചെയ്യുന്നുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങൾ ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കാറുണ്ടോ? കോമൺ സെൻസ് അപ്രോച്ചാണ്. എന്നിട്ട് എന്തിനാ ഈ ആൾക്കാരെ വെറുതെ പറ്റിക്കാൻ വേണ്ടി ശ്വാസം അങ്ങോട്ട് എടുക്കണം ഇങ്ങോട്ട് എടുക്കണം പറയണത്? നിങ്ങൾ ഈ വ്യായാമം ചെയ്യുമ്പോൾ ശ്വാസോച്ഛ്വാസം ഓട്ടോമാറ്റിക്കായിട്ട് അവർ പറയുന്നേക്കാൾ ഭംഗിയായി നടക്കും. നിങ്ങൾ ആ പുസ്തകത്തിൽ പോയിട്ട് പേടിച്ച് വരച്ച് ഇനി ശ്വാസം അങ്ങോട്ട് എടുക്കണം ഇങ്ങോട്ട്, ഇപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോഴേ പറയും ശ്വാസം മേൽപോട്ടെടുക്കണം. അയ്യോ, കീഴ്പോട്ടായിപ്പോ ദൈവമേ, എന്താ ചെയ്യാം? ഇനി മേൽപോട്ടെടുക്കുന്ന വരെ കാത്തിക്കൊണ്ടെന്നൊക്കെ ആയിരിക്കും ചോദ്യം. ഭയപ്പെടേണ്ട ആവശ്യം. അതൊക്കെ വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ചില പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പേടിച്ച് വരച്ച് ശ്വാസം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. ശ്വാസോച്ഛ്വാസം ചെയ്യേണ്ടത് ജീവന്റെ കർമ്മമാണ്. നിങ്ങൾ ഏത് ജോലി ചെയ്താലും ഏത് കർമ്മത്തിന് വ്യാപരിതനായാലും ശ്വാസോച്ഛ്വാസം ശരിക്കും നടന്നോളും, വേണ്ടവർ നടന്നോളും. ഡോൺ വറി. നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് മേപ്പോട്ട് പോകുമ്പോൾ കീഴ്പോട്ട് ശ്വാസം വരില്ല, അകത്തേക്കേ വരുള്ളൂ. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ശ്വാസം പുറത്തേക്കേ പോവുള്ളൂ. തീർച്ചയാണിത്, നോക്കിക്കോളൂ. അപ്പൊ ഒന്നും കൂടെ കാണിച്ചു തരാം, ശ്രദ്ധിച്ചോളൂ. നെറ്റി മുട്ടണം. നെറ്റി മുട്ടില്ല, നെറ്റി മുട്ടേ കാല് പൊങ്ങുമില്ലേ? വയറതുകൊണ്ടുള്ള നെറ്റി മുട്ടേ കാല് പൊങ്ങില്ലേ? അപ്പൊ വയറൊക്കെ കുറച്ച് കുറയ്ക്കണം. ഇങ്ങനെ വയറുണ്ടാവാനല്ല ഭൂമി മനുഷ്യന്റെ പ്രകൃതി. അപ്പൊ അതുകൊണ്ട് ഈ സാഷ്ടാംഗം നിങ്ങൾ നെറ്റി, നെഞ്ച്, രണ്ട് കൈ, എത്രയായി? 4 ഇല്ലേ? മുണ്ട്, മുട്ട്, ഈ 2 ഉപ്പുറ്റല്ല, തള്ളവരല്. ഇതാണ് അഷ്ടാംഗം, സാഷ്ടാംഗ നമസ്കാരം. നമസ്കരിക്കാൻ പഠിക്കൂ ആദ്യം. ഇതാണ് ഏറ്റവും വലുത്. നമസ്കരിക്കാൻ ആദ്യം പഠിക്കേണ്ടത്. ആ സാഷ്ടാംഗ നമസ്കരിക്കുന്നതോട് നിങ്ങൾ സർവവും നിങ്ങൾ സമർപ്പിക്കുകയാണ് ഈശ്വരന്റെ മുമ്പിൽ. അതാണ് നിസ്കാരവും അത് തന്നെയാണ്. നിസ്കാരം മുസ്ലിങ്ങളല്ലേ നിസ്കാരം അത് തന്നെയാണ്. നമസ്കരിക്കാൻ പഠിക്കും. ഇത് വലിയ വിജയമാണ്. അതുകൊണ്ട് വിനയം വരും, ഒരുപാട് ആശ്വാസം കിട്ടും, ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. ഇത് കേൾക്കണില്ല, ഇത് മുക്കണം. ആ ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമ്മുടെ നട്ടലിന് പുറകെ നോക്കിയാൽ ഒരു വരമായിരിക്കണം. മനസ്സിലായില്ലേ? ഈ പുറകെ നോക്കുമ്പോൾ ഈ നട്ടലിന് വളവ് പാടില്ല, ഇങ്ങോട്ടും ഇങ്ങോട്ടും വളവ് പാടില്ല, മുമ്പോട്ടും പുറകോട്ടും പാടില്ല. ചിലർക്ക് ഇങ്ങനെ മുമ്പോട്ട് വളയും ചിലത്. അതിന് ലോർഡോസിസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ചിലർ ഇങ്ങോട്ട് പറയും, ഇങ്ങോട്ട് കുനിഞ്ഞു നിൽക്കും. ചിലരുടെ പിള്ളേർ നിൽക്കും, ചില ആൾക്കാർ. അതിന് കൈഫോസിസ് എന്ന് പറയും. ചിലപ്പോ ഇങ്ങോട്ടുണ്ട്, അതിന് കോളിയോസിസ്. ഇതിനിങ്ങോട്ട് കോളിയോസിസ്. രണ്ടെണ്ണം, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഇത് നട്ടലിന്റെ കുഴപ്പമാണ്. നട്ടല് നേരെയുള്ള ആൾക്കാർ ഇന്ന് കാണില്ല. ഒന്നാമത് നട്ടല് ചിലപ്പോൾ വാഴപ്പിണ്ടി ആയിരിക്കും, അത് വേഗം ഒടിഞ്ഞു പോകും. നട്ടല് നേരെ നിൽക്കണം, നേരെ നടക്കണം, നേരെ നടക്കണം, നേരെ ഇരിക്കണം. സകലവരും കസേരയിരിക്കും. നോക്കിയിട്ടുണ്ടോ? ഇരുന്ന ഉടനെ ഒരു വളവ് ഇല്ലേ? നോക്കിയിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇരുന്ന ഉടനെ ഒരു വളവ്, ഇവിടെ ഒരു വളയ്ക്കും. ഈ നട്ടലിന് ഇവിടെ വളവ് വന്നാൽ അത് ഇവിടുത്തെ വേദന ഉണ്ടാവും. അപ്പൊ നട്ടലിന് ഒരുപാട് വിഷമം വരുമ്പോൾ അത് രോഗമായിട്ട് മാറും, ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടും.
അതുകൊണ്ട് നട്ടെല്ല് നേരെയാക്കാനുള്ള വഴിയുണ്ട്. അതാണ് കുട്ടികളെ പ്രസവിച്ച ഉടനെ കമത്തി കിടത്തണം. അയ്യോ കുഴപ്പമായില്ലേ.